ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പോർക്കിറച്ചി റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും പോർക്കിറച്ചി റോസ്റ്റ് ഇഷ്ടമുള്ളവരും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമല്ല പോർക്കിറച്ചി, എന്നാൽ കൂടി ഞാൻ കഴിക്കാതിരിക്കില്ല. ഞാൻ ഒരുവിധം എല്ലാ മീറ്റും കഴിക്കുന്ന ആളാണ് കേട്ടോ. ഫിഷ് ആയാലും കഴിക്കും കേട്ടോ. പിന്നെ എനിക്ക് പോർക്കിറച്ചിയുടെ പുറം ഭാഗം കഴിക്കാനാണ് ഇഷ്ടമില്ലാത്തത്. ഉൾഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറം ഭാഗം നെയ് പീസ് പോലെയുണ്ടല്ലോ, അതെനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമല്ല. എന്നാലും പോർക്കിറച്ചി ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോർക്കിറച്ചി കട്ടിങ്ങൊക്കെ ഞാനാണ് ചെയ്യണത്. അപ്പോൾ ഈ നെയ് കഷ്ണങ്ങൾ കാരണം മുറിക്ക് ഇത്തിരി പാടായിരുന്നു എനിക്ക്. എന്നാലും എൻ്റെ അറിവനുസരിച്ച് ഞാൻ ചെയ്തു കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടല്ലല്ലോ വരണം, ഇങ്ങനെ ചെയ്ത് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുക. അപ്പോൾ ഇപ്രാവശ്യം പോർക്കിറച്ചി കഷ്ണങ്ങളാക്കി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടി തിരുമ്പി വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം നേരം ഞാനിതുപോലെ കൂട്ടി തിരുമ്പി വയ്ക്കും കേട്ടോ. നിങ്ങൾക്ക് പിന്നെ പോർക്കിറച്ചി ഫ്രിഡ്ജിൽ വെക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മളിപ്പോൾ പോർക്കിറച്ചി വാങ്ങിച്ച് നമുക്ക് ഒരു 6 o'clock പോർക്കിറച്ചി വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ചാൽ ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂട്ടി തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ ഒരു കേടുകൂടാതെ തന്നെ അത്ര ടൈം വരെ നമുക്ക് അത് ഇരിക്കും കേട്ടോ. 6 മണി വരെയൊക്കെ നമുക്കത് ഒരു കുഴപ്പമില്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും അരച്ച് നല്ല ഫ്രഷോട് കൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇറച്ചി കഴുകിയിട്ട് ഞാനത് കുക്കറിലിട്ട് വിസിൽ വരുത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നാളികേരം വറുത്തരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പോർക്കിറച്ചി വെക്കുന്നത് നാളികേരം വറുത്തരച്ച് ചേർത്തിട്ടാണ് കേട്ടോ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു മുറി നാളികേരം ചിരണ്ടി അതിലേക്ക് കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തു. അത് നന്നായി മൂത്ത് കേട്ടോ. അപ്പോൾ ഞാനത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തു. അടുത്ത പണി നമ്മുടെ അടുപ്പ് കത്തിക്കലാണ് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ ചിരട്ടയൊക്കെ ഉണ്ടായിരുന്നു, ചകിരിയും ഉണ്ടായിരുന്നു. പിന്നെ കുറേശ്ശെ മണ്ണെണ്ണ ഗവൺമെൻറ് നമുക്ക് തരുന്ന കാരണം കൊണ്ട് മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ അടുപ്പും കത്തിയിട്ടാണ്. അപ്പം ഗ്യാസിനൊക്കെ ഭയങ്കര ഷോർട്ടേജ് ആണല്ലോ. അപ്പോൾ ഇത്തിരി ടൈം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ അടുപ്പിലാണ് ചെയ്യണേ കേട്ടോ. അങ്ങനെ ഉരുളി വെച്ചു. ഉരുളിയിലേക്ക് ഞാൻ പോർക്കിൻ്റെ പോർക്കിൻ്റെ നെയ്യാണ് കേട്ടോ ഒഴിച്ചിരിക്കണേ, അല്ലാണ്ട് വെളിച്ചെണ്ണയല്ല ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കണേ. അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചതച്ചത് ആദ്യം ചേർത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ സബോളയും ചേർത്തു. സബോള ഏകദേശം മൂപ്പായിട്ടാണ്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് ഇത് നന്നായി മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത് വിട്ട് കിട്ടും കേട്ടോ, നമുക്ക് കരിയൊന്നും ഇല്ല കേട്ടോ അത്. അപ്പോൾ ഇത് ഉരുളിയായി കൊണ്ട് ഇത്തിരി അടി പിടിക്കുന്നതാണ്, അതിന് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്കത് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോർക്കിറച്ചി ചെരിഞ്ഞു. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ നാളികേരം വറുത്തരച്ചതും മിക്സിയിലടിച്ചത് നന്നായി വെണ്ണ പോലെ ഒന്നും അരയണ്ട, ഏകദേശം ഒരു മീഡിയം ലെവലിൽ അരഞ്ഞത് ഞാൻ പോർക്കിറച്ചിയിൽ ചേർത്തു കേട്ടോ. പോർക്കിറച്ചിയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഗരം മസാലയും കൂടി ആഡ് ചെയ്തു കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലയും വേപ്പിലും ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഏകദേശം പോർക്കിറച്ചി എൻ്റെ റോസ്റ്റിങ് ഒരുവിധം നന്നായിട്ടായിട്ടാണ്. പിന്നെ നന്നായി ഞാൻ അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന രീതിയിൽ ഇതാക്കും കേട്ടോ. അപ്പോഴാണ് പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. രാത്രി വെക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പോർക്കിറച്ചി റെഡിയായി, മീൻകൂട്ടം ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ബൈ, സീ യു.